സുഹൈൽ, അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും അതല്ലെങ്കിൽ ശബരിമല യുവതീ പ്രവേശന വിഷയമാണെങ്കിലും കേരളത്തിന്റെ രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിലും അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് ഈ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരും സാമൂഹിക നിരീക്ഷകരും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഏത് വിഷയമാണെങ്കിലും അത് എത്ര വിവാദം ഉണ്ടാക്കുന്നതാണെങ്കിലും അത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരൊറ്റ തവണ ഇമ്പാക്റ്റ് ഉണ്ടാക്കുള്ളൂ എന്ന്. അങ്ങനെയാണെങ്കിൽ ശബരിമല യുവതീ പ്രവേശനം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ശബരിമല സ്വർണ്ണക്കൊള്ള എന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സാഹചര്യത്തിൽ ഇതിനി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു വിഷയമല്ലാതായി മാറി എന്ന് വിലയിരുത്താൻ നമുക്ക് കഴിയുമോ? ഇപ്പോഴീ വന്നിരിക്കുന്ന കോടതി വിധി ഏതെങ്കിലും തരത്തിൽ UDF ഗുണം ചെയ്യുമോ? ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് വീക്ഷിക്കുമ്പോൾ പ്രധാനമായി പറയേണ്ട കാര്യം, സാധാരണമായി നമുക്ക് ഓരോ വിഷയങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഉയർത്താറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഇത്തവണ അങ്ങനെ ഒരു വിഷയം ഉയർത്തി തെരഞ്ഞെടുപ്പ് നേരിടാൻ ആകുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. ഡീൽ വിവാദം, ആ ഡീൽ, അതായത് ആ ഒരൊറ്റ വിഷയത്തിൽ തോന്നി. ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞതുപോലെ ശബരിമല സ്ത്രീ പ്രവേശനം ലോക്സഭയിൽ വിഷയമായി, ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിഷയമായി. ഒരു തമാശക്ക് ഒരാൾ 2 തവണയിൽ കൂടുതൽ ചിരിക്കുമെന്ന ചോദ്യം മട്ടിൽ ഈ പറഞ്ഞ 2 വിഷയങ്ങളും ജനങ്ങൾ അവരുടെ ഹിതം അവിടെ രേഖപ്പെടുത്തി, ആ വിഷയത്തിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു. തുടർ തെരഞ്ഞെടുപ്പുകൾ ഈ വിഷയം ചർച്ചയാകുമെന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. അതിൽ ആദ്യം പറയേണ്ട കാര്യം, ഒന്ന്, ശബരിമല സ്ത്രീ പ്രവേശനം അത് മറ്റൊരു ആംഗിളാണ്, ശബരിമല സ്വർണ്ണക്കൊള്ള മറ്റൊരു ആംഗിളാണ്. ശബരിമല സ്ത്രീ പ്രവേശനം പൂർണ്ണമായും വിശ്വാസമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ ഈ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ സർക്കാർ അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ അവിടെ വോട്ട് ബാങ്കിൽ സ്പ്ലിറ്റ് വരുന്നത് ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് ഒരു വിശ്വാസി സമൂഹത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണ്. നാളെ മുസ്ലിം സമുദായത്തിലോ ക്രിസ്ത്യൻ സമുദായത്തിലോ സമാനമായ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗങ്ങളും അതിനൊപ്പം ഒരു ഹിന്ദു വിഷയം മാത്രം. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മുസ്ലിം വിഷയത്തിൽ മുസ്ലിം സമുദായത്തിൽ ഒരു വിശ്വാസ പ്രശ്നവും ഭരണഘടനാ പ്രശ്നവും വന്നാൽ സർക്കാർ ഏത് നിലപാട് സ്വീകരിക്കും? യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച, ഞാൻ നേരത്തെ നിലപാടാണ് പറയുന്നത്, യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച സർക്കാർ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തിന് മുകളിൽ മറ്റു കാര്യങ്ങൾ പ്ലേസ് ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഹിന്ദു വോട്ടിനപ്പുറത്തേക്ക് ക്രൈസ്തവ മുസ്ലിം വോട്ടുകളടക്കം ഈ വിഷയത്തിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടത് ഭാഗത്ത് നീങ്ങിപ്പോയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി സ്വർണ്ണക്കൊള്ളയിലേക്ക് വരുമ്പോൾ അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് വീഴ്ചയാണ്. അതായത് സർക്കാർ സംരക്ഷിക്കേണ്ട, സർക്കാരിന്റെ അതോറിറ്റിയിൽ വരുന്ന ദേവസ്വം സംരക്ഷിക്കേണ്ട ഒരു ഇടത്ത് സ്വർണ്ണ മോഷണം സംഭവിച്ചിരിക്കുന്നവർക്ക് സർക്കാർ വീഴ്ചയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് വീഴ്ചയാണ്. അതിന്റെ ഇംപ്ലിക്കേഷൻ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അത്ര ആഴത്തിൽ അതിന്റെ കോൺസിക്വൻസ് സർക്കാരിന്റെ അഴിമതി എന്ന നിലയിൽ, സർക്കാരിന്റെ കെടുകാര്യസ്ഥ എന്ന നിലയിൽ, ഭരണപരമായ പരാജയം എന്ന നിലയിൽ വേണമെങ്കിൽ സർക്കാർ വിരുദ്ധ വികാരത്തിന് ആക്കം കൂട്ടുന്ന ഒന്നായി ഇത് തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിനെ നമുക്ക് ഉയർത്താൻ കഴിയുന്നത് നേരത്തെ ഈ പറഞ്ഞ SFI അന്വേഷണമൊക്കെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നു. പക്ഷേ അതൊന്നും ഒരു സാധാരണ ജനതയ്ക്ക് ഉൾക്കൊള്ളാൻ ഇപ്പോഴും ഈ സർക്കാരിനെ സംബന്ധിച്ച് ആരോപിക്കാൻ കഴിയുന്ന കൃത്യമായ പോയിന്റ് ഇതാണ്. അതായത് അന്വേഷണ ഏജൻസികൾ അതത് സർക്കാരുകളുടെ രാഷ്ട്രീയ ആയുധങ്ങളായി മാറുന്നില്ല എന്നത് ഐഡിയൽ സാഹചര്യം മാത്രമാണ്. അങ്ങനെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.